സ്കൂട്ടർ തട്ടിപ്പ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറും. സംസ്ഥാനത്തുടനീളം കേസുകൾ രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. അനന്തകൃഷ്ണൻ നടത്തിയത് 1000 കോടിയുടെ തട്ടിപ്പ് എന്നാണ് ലഭിക്കുന്ന വിവരം. ബിനിൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, 350 കോടിയോളം എന്നായിരുന്നു ആദ്യത്തെ കണക്കുകൂട്ടലുകൾ. ഇപ്പോഴിതാ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി 1000 കോടിയോളം എത്തിയിരിക്കുന്നു. വിശദാംശങ്ങൾ എന്താണ്? മോത്തി, നമ്മൾ ഈ വാർത്ത ആദ്യം നൽകുമ്പോൾ ഏതാണ്ട് 300 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് എന്നതായിരുന്നു നമുക്ക് ബോധ്യപ്പെട്ടിരുന്നത്. പക്ഷേ അതിപ്പോൾ 1000 കോടിയിലേക്ക് എത്തുകയാണ്. 1000 കോടി എന്ന് പറയുന്നത് 1000 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നല്ല, 1000 കോടിയോളം രൂപ ഇയാൾ സമാഹരിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചധികം പേർക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും അതോടൊപ്പം തന്നെ തയ്യൽ മെഷീനും മറ്റ് ഗൃഹോപകരണങ്ങളും ഒക്കെ തന്നെ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഭൂരിപക്ഷം പേരും വഞ്ചിക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് സംസ്ഥാനത്തുടനീളം ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഈ കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറേണ്ടി വരും. അതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് അല്പം കൂടി സമയം വേണ്ടിവരും. ഇപ്പോൾ ഈ കേസിന്റെ പ്രധാനപ്പെട്ട അന്വേഷണം നടക്കുന്നത് മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ചാണ്. മൂവാറ്റുപുഴയിൽ തന്നെ 600ഓളം പരാതികൾ ഇതിനോടകം തന്നെ ആ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. 1200ഓളം പേർക്കാണ് അവിടെ സ്കൂട്ടർ മാത്രം നൽകാനുള്ളത്. 5 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതി അനന്തകൃഷ്ണനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുകയാണ്. നാളെ ആ അപേക്ഷ മൂവാറ്റുപുഴ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. നാളെ തന്നെ കസ്റ്റഡിയിൽ കിട്ടിയാൽ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും. ഇതിൽ അനന്തകൃഷ്ണൻ മാത്രമല്ല, ഈ നാഷണൽ NGO കോൺഫെഡറേഷന്റെ കീഴിൽ അതിന്റെ ഭാരവാഹിത്വത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ആ പോലീസിന്റെ അന്വേഷണം നീളുകയാണ്. കാരണം ഒരാൾ ഒറ്റയ്ക്ക് ഇത്രയും വലിയ ആസൂത്രണത്തോടുകൂടി ഈ തട്ടിപ്പ് നടത്തുമെന്നത് പോലീസ് വിശ്വസിക്കുന്നില്ല. സംസ്ഥാനത്തുടനീളം ഇതിന് പിന്നിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ വിശദമായി കൃത്യമായി തന്നെ കണ്ടെത്താൻ കഴിയട്ടെ. ഏതായാലും കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുന്നു.